25 വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷത്തിനു വേണ്ടി രക്തസാക്ഷികളായവരാണ് ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ 2 മക്കള് ഫിലിപ്പും തിമോത്തിയും. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് പുറന്തള്ളപ്പെട്ട കുഷ്ഠരോഗികളെ സ്നേഹിച്ച് കടം താങ്ങിയവരായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും. ഇന്ന് ജീവിച്ചിരിക്കുന്നത് മിസ്സിസ് ഗ്ലാഡിസും മകള് എസ്തേറുമാണ്. ഓസ്ട്രേലിയ ആയിരുന്നു അവരുടെ സ്വദേശം. 1965 ഗ്രഹാം സ്റ്റെയിൻസ് യേശുക്രിസ്തുവിൻ്റെ സന്ദേശവുമായിട്ട് ഇന്ത്യയിൽ എത്തുന്നത്. ഒറീസയിലെ ഭരിപ്പാട എന്ന ഗ്രാമത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. കുഷ്ഠരോഗികളെ അവർ തേടിപ്പോവുകയായിരുന്നു. കാരണം അവരായിരുന്നു സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടിരുന്നത്. നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ച ഒരു കുടുംബം. എന്നാൽ ഇവരുടെ പ്രവർത്തനങ്ങളോട് ചില സുവിശേഷ വിരോധികൾക്ക് എതിർപ്പുണ്ടായിരുന്നു. 1999 ജനുവരി 22-ാം തീയതി ഒരു മിഷൻ യാത്ര കഴിഞ്ഞു വരുന്ന സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന ഗ്രഹാമിനെയും തൻ്റെ 2 കുഞ്ഞുങ്ങളെയും ഒരു പറ്റം തീവ്രവാദികൾ ചേർന്ന വാഹനത്തോടെ ചുട്ടുകരിക്കുകയായിരുന്നു. അതിനുശേഷം കുറ്റവാളികളൊക്കെ പിടിക്കപ്പെട്ടു. എങ്കിലും കുറ്റവാളികളോട് ഗ്ലാഡിസ് സ്റ്റെയിൻ പറഞ്ഞത് ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്. അവർക്ക് ആരോടും വെറുപ്പോ വൈരാഗ്യമോ ഇല്ല. കാരണം ക്രൂശിൽ കിടക്കുമ്പോഴും പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ കർത്താവായിരുന്നു അവരുടെ മാതൃക. ഈ സംഭവത്തിന് ശേഷം ഒരു ജേർണലിസ്റ്റ് മിസ്സിസ് ഗ്ലാഡിസ് സ്റ്റെയിൻസിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ജേർണലിസ്റ്റ് ഇങ്ങനെ ചോദിച്ചു, സ്വന്തം ഭർത്താവും 2 കുഞ്ഞുങ്ങളും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു, എന്താണ് സ്റ്റെയിൻസിന് പറയാനുള്ളത്? ഒരു മറുപടിയായിട്ട് പറഞ്ഞത് ഞാൻ വരികളായിട്ട് പാടുകയാണ്. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds the future. And life is worth the living just because he ദൈവത്തിൻ പുത്രനാ യേശുഭൂജാതനാ സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ താൻ വാഴുകയാകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്തോ താൻ
സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമീയല്ലോ ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമീയല്ലോ ജീവിതം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാനെത്ര അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാനെത്ര ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമീയല്ലോ ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമീയല്ലോ ജീവിതം. ദൈവത്തിൻ പുത്രനാ യേശു ഭൂജാതനാ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ